പൂരങ്ങളുടെ നാട്ടിൽ ഇനി മെഗാ ഓഫറുകളുടെ തൃശൂർ പൂരം. മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം. ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. ചേലക്കര സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച പൗരാവകാശ രേഖപ്രകാരമുള്ള ജനകീയ സമിതിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി MLA യുവ പ്രദീപ് ചെയർമാനായി രൂപീകരിച്ചു. ഇതിനെ സമിതി നമുക്ക് ആവശ്യപ്പെട്ടനുസരിച്ച് ശനിയാഴ്ച എന്ന് പറഞ്ഞ് വല്ല അസൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് പോകാൻ അദ്ദേഹം പറഞ്ഞ പോലെ വില്ലേജ് കമ്മിറ്റി ചെയ്യുന്ന പോലെ നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സബ് രജിസ്ട്രാർ ഓഫീസിൽ ജനകീയ സമിതി ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ പറഞ്ഞ അംഗങ്ങൾ അതിൽ ഉൾപ്പെടുകയും അഭിപ്രായങ്ങൾ പരമാവധി അതിൽ തന്നെ പറഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ ദിവസത്തിലും എല്ലാ മാറ്റം വരുത്തുന്നത് നമുക്ക് കൂടി ആലോചിക്കാം. മറ്റൊന്ന് ഇവിടെ യോഗവുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള യോഗത്തിൽ എന്തെങ്കിലും വിഷയങ്ങളിൽ ചേലക്കര സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച പൌരാവകാശ രേഖപ്രകാരമുള്ള ജനകീയ സമിതിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി യുവ പ്രദീപ് MLA ചെയർമാനായി രൂപീകരിച്ചു. സബ് രജിസ്ട്രാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച പൌരാവകാശ രേഖപ്രകാരമുള്ള സേവനങ്ങൾ പൊതുജനത്തിന് സമയബന്ധിതമായി ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തലാണ് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പ്രധാനമായും ചെയ്യാനുള്ളത്. ഓരോ മാസവും 3ാമത്തെ ശനിയാഴ്ച മോണിറ്ററിംഗ് കമ്മിറ്റി ചേരും. മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ രൂപീകരണവും പ്രഥമയോഗവും യുവ പ്രദീപ് MLAയുടെ അധ്യക്ഷതയിൽ ചേലക്കര PWD റെസ്റ്റ് ഹൌസിൽ ചേർന്നു. ചേലക്കര സബ് രജിസ്ട്രാർ ഇൻചാർജ് ഗീത മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ കൺവീനറാണ്. മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർമാരായ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ, നിയമസഭയിൽ അംഗത്വമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർമാരായി സജി OS, സുകുമാരൻ, ബാബു VJ, ജോർജ് KU, സോളമൻ KV, ഇബ്രാഹിം PA, ജോളി അഗസ്റ്റിൻ, റഷീദ് മാസ്റ്റർ, വി സുമീഷ്, അച്ഛൻ കുഞ്ഞ്, ഹരിനാരായണൻ, ആധാരം എഴുത്ത് പ്രതിനിധി NP കൃഷ്ണനുണ്ണി എന്നിവർ പങ്കെടുത്തു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ മണ്ഡലത്തിലെ 2 സബ് രജിസ്ട്രാർ ഓഫീസുകളുണ്ട്. ഗവൺമെൻറ് തീരുമാനമനുസരിച്ച് നേരത്തെ 2008 മുമ്പേ ആരംഭിച്ച ഈ സമിതി ഉത്തരവ്, ഗവൺമെൻറ് ഇട്ട ഉത്തരവ് നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് പൊതുജനങ്ങൾക്ക് സുതാര്യമായ രീതിയിലുള്ള സേവനവും അതുപോലെ തന്നെ കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനവും നടക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലൊരു സമിതി രൂപമുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ജനകീയ സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ജനകീയ സമിതി, പൗരാവകാശ രേഖകളുടെ ജനകീയ സമിതിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ജനത്തിന് ഓരോ സർക്കാർ ഓഫീസിലും എന്തെല്ലാം സേവനം ലഭിക്കുന്നു, അത് എത്ര സമയം കൊണ്ട് ലഭിക്കുമെന്നെല്ലാം എല്ലാ ഓഫീസുകളിലും ഒരു പൗരാവകാശ രേഖ പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞിരുന്നു. ആ രേഖ അനുസരിച്ച് പ്രവർത്തനങ്ങൾ സത്യസന്ധമായി നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജനകീയ സമിതി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ജനകീയ സമിതി നേരത്തെ 2008 മുമ്പേ ആയാലും അത്ര കാര്യക്ഷമമായി അത് മുമ്പോട്ട് പോയിരുന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ് പിന്നെയും അത് വളരെ കാര്യക്ഷമമായ രീതിയിൽ അതിന് പുനഃസംഘടന നടത്തി എല്ലാ മാസത്തിലും 3ാം ശനിയാഴ്ച ഈ യോഗം ചേരാനും സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം ആ സമിതി പരിശോധിക്കുകയും പൊതുജനങ്ങൾക്ക് സേവനം സമയബന്ധിതമായി ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇടപെടലും ശ്രദ്ധയും ഉണ്ടാവണം എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുനഃസംഘടന നടത്തി ഇന്ന് മുതൽ ആ യോഗം വന്നിട്ടുള്ളത്. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട ഈ സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ പ്രവർത്തന പരിധിക്കകത്ത് വരുന്ന വില്ലേജുകൾ, ആ വില്ലേജിൽ നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, പിന്നെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ, ഈ നമ്മുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ, അതുപോലെ തന്നെ വാർഡ് മെമ്പർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അടങ്ങുന്ന ആളുകൾ, ഒരു രജിസ്ട്രാർ ആധാരത്തിലെ ഒരു പ്രതിനിധി ഉൾപ്പെടെ ചേരുന്ന ഒരു സർക്കാർ നിയമിക്കുന്ന ഒരു പ്രതിനിധി ഉൾപ്പെടെ വരുന്ന 10-25 വരുന്ന ആളുകൾ അടങ്ങുന്ന ഒരു സമിതിയാണ്, ജനകീയ സമിതിയുമാണ് ഇന്ന് പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ മാസവും 3ാം ശനിയാഴ്ച ഈ യോഗം ചേർന്ന് ഈ ഓഫീസുമായി കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്താനും ജനങ്ങളെ അറിയിപ്പിക്കാനും വേണ്ടിയുള്ള ഇടപെടലാണ് ഇന്ന് ആലോചിച്ചിട്ടുള്ളത്. എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് ഈ ഓഫീസുമായി കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം വേഗത്തിൽ ജനത്തിനെ അറിയിക്കാനും ജനത്തിന് വേഗം ലഭിക്കാനും വേണ്ടിയുള്ള
ശ്രദ്ധ. ഏതെങ്കിലും വല്ല ഞങ്ങളുടെ അറിയാതെ ഈ ഓഫീസുമായി കേന്ദ്രീകരിച്ച് വല്ല വിഷമം ഉണ്ടെങ്കിൽ ഈ സമിതിയിൽപ്പെട്ട അംഗങ്ങൾ ആരെയും അറിയിച്ചാൽ സമിതി ചർച്ച ചെയ്യും. അത് പരിഹരിച്ചു കൊടുക്കാനും ഉള്ള ഏർപ്പാടും ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്താനും ഉള്ള ഒരു സമിതിയായിട്ടാണിത് ഉദ്ദേശിക്കുന്നത്. അർത്ഥത്തിൽ ഇന്ന് ക്ഷണിച്ച മുഴുവൻ അംഗങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. വന്നവരെല്ലാം കൂടി ആലോചിച്ച് ഇനി ഗവൺമെൻറ് നിശ്ചയിച്ച സമയത്ത് തന്നെ അത് കൂടണം, അത് കുറ്റമറ്റ രീതിയിൽ ഈ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആലോചിച്ചിട്ടുണ്ട്. ആ വിഷയം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയം ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അത് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.